പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്രയിൽ ശ്രീ രാഹുൽ ഗാന്ധി UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ 5 പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. അധികാരത്തിൽ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് 5 പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇപ്പൊ നിലവിലെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അത് 3000 രൂപയായി ഉയർത്തുമെന്നുള്ളതാണ് ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ കുറിച്ച് പൊതുജനാഭിപ്രായം തേടുകയാണ് ന്യൂസ് ടുഡേ കേരളം. ഇപ്പോഴുള്ളത് തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ്. നമുക്ക് കേൾക്കാം. കോൺഗ്രസ് ഭരിച്ചതുപോലൊരു ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരുണ്ടായിരുന്നപ്പോഴത് സ്വാതന്ത്ര്യമായിട്ട് വെളിയിൽ പോകാം, രാത്രി ആയാലും വെളിയിൽ പോകാം, സാധനം വരെ ഇത്ര എല്ലാം നല്ലൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ ഇത് കഴിഞ്ഞതോടുകൂടെ ഇപ്പൊ നല്ല ഒരു തമ്പുരാൻ കയറിയല്ല, പിണറായി തമ്പുരാൻ കയറിയതോടെ പണ്ടലൂർ പറയുന്നത് പോലെ രാജ്യം ഇത് മരിച്ച് കേരളം ഭരിച്ച് കുട്ടിച്ചോറാക്കി. ഒരാവശ്യത്തിന് ചെന്ന് കഴിഞ്ഞ ഒരു പ്രായമുള്ള വ്യക്തിയാണ്, എന്ത് വേണമെന്ന് പോലും കേൾക്കില്ല. ഒന്ന്. രണ്ടാമത് എനിക്കുള്ള അനുഭവത്തിന്റെ സങ്കടം എന്ന് പറയാണ് മക്കൾ. അത് അങ്ങനെ അവര് 3000 ആക്കിയെങ്കിൽ അത് കോടി പുണ്യാണ്. ഇനി അവര് കോൺഗ്രസ്സുകാർ വരട്ടെ എന്നാണ് ഭയങ്കര സന്തോഷം. അവര് വന്നു കഴിഞ്ഞാൽ 3000 ആക്കുമെന്നുള്ളതാണ്. അതിനോട് അമ്മ യോജിക്കുന്നുണ്ടോ? അവര് ആക്കിയാ കൊള്ളാം. പക്ഷെ ഈ നമ്മുടെ പണം വാങ്ങിയിട്ടാണല്ലോ അവര് തരുന്നത്. നമ്മുടെ ഇതിലുള്ള ഓരോ ഇത് അവർ ഓരോന്ന് കൂട്ടി ആ കരം കൂട്ടി ഇത് ഇങ്ങനെ ഇന്നെല്ലാം പറഞ്ഞ് കൂട്ടിയിട്ടാണല്ലോ അവർ തരുന്നത്. പക്ഷെ ഒന്ന് പറയാനുള്ളൂ മക്കളെ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഈ 2 നില വീടും കാറും ഇതൊക്കെ ഉള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഈ സർക്കാർ ഒന്നും പറഞ്ഞാൽ അവർക്കൊന്നും മണ്ടയിലോട്ട് കയറൂല മക്കളെ. പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം നമ്മളെപ്പോലെ ഭ്രാന്തി പിടിച്ചാൽ 5-6 എണ്ണോട്ട് കിടന്ന് പുലവി ഇങ്ങനെ ഇരിക്കണം. പിന്നെ എന്താ പറയട്ടെ, എനിക്ക് എന്നെ സംബന്ധിച്ചോളം കോൺഗ്രസ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ആരും വേണ്ട. UDF അധികാരത്തിൽ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. നല്ല കാര്യങ്ങൾ ഒരുപാട് പിണറായി സർക്കാർ ചെയ്തു, ഇല്ല എന്ന് പറയുന്നില്ല. എൻ്റെ ആഗ്രഹം UDF ഒരു മാറ്റം ചേഞ്ചിങ് ഉണ്ടാവണം, മാറ്റം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ വരാൻ ബുദ്ധിമുട്ടാണ്. ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് ഉയർത്തുന്നതിനെ കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇലക്ഷൻ വാഗ്ദാനങ്ങളാണ്, അതൊന്നും നടക്കൂല. എന്തുകൊണ്ടാണ്? അതിനുള്ള സാമ്പത്തികം വേണ്ടേ? കേരളം വിൽക്കാനുള്ള സാമ്പത്തികമായി അവർ അടുത്ത ടൈമിന് കയറുകയാണെങ്കിൽ അവർ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞ കർണാടകത്തിലും അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ അല്ല രാജസ്ഥാനിലും അവിടെയെല്ലാം അവർ പറഞ്ഞതെല്ലാം ശരിയായി നിവർത്തിയിട്ടുണ്ടല്ലോ. ആ കാരണത്താൽ അവർ ചെയ്യുമെന്ന് തീർച്ചയാണ്. ഈ പിണറായി വിജയൻ 10 വർഷം 5 വർഷം ഓക്കെ, രണ്ടാമത്തെ വർഷം കയറിയപ്പോൾ തന്നെ ജനങ്ങൾ കംപ്ലീറ്റും എതിർത്തത്. അതാണ് ഇപ്പോഴത്തെ ഇവിടെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? 3000 രൂപ ഉയർത്തിയെന്ന് തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കഴിയും, അതിന് തീർച്ചയായിട്ടും കഴിയും. VD സതീശൻ എന്ന ഒരു നേതാവ് അതിനുവേണ്ടി പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ എടുക്കുന്ന തീരുമാനം അത് അച്ചുട്ടതുപോലെയാണ്. ഇല്ലല്ല, അതുകൊണ്ടാണ് അവർ ആ പ്രഖ്യാപനം. അവർ വരില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവർ ആ പ്രഖ്യാപനം നടത്തി. അത് യോജിക്കുന്നു. 2000 കൊടുക്കാൻ തന്നെ ഈ ഗവൺമെൻറ് പാടുകൂടെയല്ലേ. പിന്നെ 3000 എങ്ങനെ എവിടുന്ന് ഫണ്ട് എവിടുന്ന് റേസ് ചെയ്യും? അതുപോലെ തന്നെ അവർ പോയപ്പോഴും 21 മാസത്തെ 18 മാസത്തെ കുടിശ്ശിക വരുത്തി വെച്ചിട്ടല്ലേ അവർ ഇറങ്ങിപ്പോയാൽ. എന്നിട്ട് നമ്മൾ ഈ സർക്കാർ കൊടുത്തില്ല. ഇനിയിപ്പം 3000 ആക്കാനായിട്ട് എന്തും പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ വോട്ടിന് വേണ്ടി. പ്രഖ്യാപനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല. ഈ ഭരിക്കുന്ന ആരാണെങ്കിലും ഏത് പാർട്ടിയിലുള്ള ആളാണെങ്കിലും ജനനന്മയ്ക്കായിട്ട് ഭരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. യോജിക്കുന്നു. കാരണം അത് നല്ലതല്ലേ അത്. അത് പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കുന്നത്. ക്ഷേമ പെൻഷനാണ് എല്ലാവർക്കും. ക്ഷേമ പെൻഷൻ മറ്റുള്ള എല്ലാവരും 5-6 പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. വരവേൽക്കേണ്ടതന്നെ. ആ പ്രഖ്യാപനത്തിൽ ആക്ഷേപമില്ല. ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ രാഹുൽ പറഞ്ഞെന്ന് അറിയോ, 5 ഒരു ഡാൻസാണ് പറഞ്ഞത്. ഒരു കുച്ചിക്കുടി അല്ല, ഒരു ഭരതനാട്യം അല്ല, ഒരു തിരുവാരക്കളി കാണിച്ചാൽ ഒന്നിച്ച് നിന്നാലേ കോൺഗ്രസിൽ കേരളത്തിൽ വരാൻ ഒക്കുള്ളൂ.
ഈ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് സഹകരിക്കണം എന്നാണ് എൻ്റെ താല്പര്യവും എൻ്റെ ആവശ്യവും. ആ പ്രഖ്യാപനത്തോട് യോജിക്കുന്നുണ്ടോ? ആ പ്രഖ്യാപനം അല്ലല്ല, പുള്ളി പറഞ്ഞെന്ന് പറയും, പുള്ളി ബാങ്കായിട്ടാണ് പറഞ്ഞു പച്ചയ്ക്ക്. കെ സി വേണു, ഞാൻ കെ സി വേണു ബിസിനസ് സ്റ്റാഫിലാണ്, ഞാൻ കള്ളം പറയുന്നില്ല, കെ സി നേരിട്ട് അടുക്കൊണ്ട് വിളിച്ച് ഞാൻ മൊബൈലിൽ തരാം. അങ്ങനെയില്ല, നമ്മൾ ലൈവായിട്ട് പറയുമ്പം സത്യമായി പറയാം. എന്ന് പറയും, ഇനി കേരളത്തിലെ ആവശ്യം ഇപ്പം പിണറായി വിജയൻ പറഞ്ഞത് വേറെ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പെൻഷൻ കൂട്ടും, ഇവര് സർവീസ് നടത്താം 5. പക്ഷേ രാഹുൽ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ സത്യമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ, ഒരു കാര്യം പറയണം, ഇവർ തമ്മിലിങ്ങനെ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് സത്യം. അത് ശരിക്കും പറഞ്ഞാൽ അവർ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ സംസാരിക്കുന്നതാണ്. പക്ഷെ അത് നല്ലൊരു ആവശ്യം തന്നെയാണ്. പക്ഷേ UDF ഇനി അധികാരത്തിൽ വരുമോയെന്ന് ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഇനിയും അവർ തന്നെ ഭരിക്കാൻ സാധ്യതയുള്ള രീതിയാണ്. ഭരണം മാറി മറിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷെ ഇതിപ്പം വേറൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ UDF തന്നെ വരാനുള്ള സാധ്യത ഈ പ്രാവശ്യം കൂടി അസ്തമിച്ച പിന്നെ UDF സ്ഥാനം ഉണ്ടാവില്ല. പക്ഷെ UDF വരണമെന്നാണ് എനിക്കും താല്പര്യം. ഈ പ്രഖ്യാപനത്തോട് യോജിക്കുന്നു? ഞാൻ യോജിക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായം. എന്ന് വെച്ചാൽ 3000 രൂപ ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. പക്ഷെ അത് നടപ്പാക്കാൻ കഴിയുകയും കൂടി വേണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ആവശ്യവുമാണ്, നല്ല അംഗീകാരവുമാണ്. അവർക്കൊരു ഭരണം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കാലഘട്ടം മാറി വരണം. 10 വർഷം ഈ ഇടതുപക്ഷം ഭരിച്ചതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് 10 വർഷം ഭരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ BJPയുടെ വളർച്ചയാണ്. ആ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഇടതുപക്ഷം വീണ്ടും 10 വർഷം വന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. എന്ന് വെച്ചാൽ BJPക്ക് വളരാൻ പാടില്ല. ആ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ശക്തികൾ ശ്രമിച്ച പ്രവൃത്തിയാണ് വീണ്ടും 5 വർഷം കൂടി LDF ഭരിക്കാൻ കാരണം. UDF വന്നാൽ അത് പാവങ്ങൾക്ക് ഏറ്റവും വലിയ അനുയോജ്യമാണ്. അത് തീർച്ചയായും അപ്പോൾ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഞാൻ UDFിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഉമ്മൻചാണ്ടി സാറ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്.